ഹലോ ഗൈസ്, നിങ്ങൾ ടാർ ബഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ? അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും. അതിനെന്താ, കൊണ്ടുപോകാമല്ലോ. ഡാർബഗ് ഒരുപാട് മൂവീസിലൂടെയൊക്കെ നിങ്ങൾ വളരെയേറെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്, അല്ലേ? എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഡാർബഗിൽ കയറി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര അപകടം പിടിച്ചൊരു സ്ഥലമാണോ ഡാർബഗ്? ഡാർബഗിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിലുപരി എന്താണ് ഡാർബഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ പറയുന്നതാണ്. ഹായ് ഗായ്സ്, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. എപ്പോൾ സെഷൻ എടുക്കുമ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഡാർക്ക് വെബ്? ഡാർക്ക് വെബ് സേഫ് ആണോ? ഡാർക്ക് വെബിൽ കയറി നോക്കാൻ പറ്റുമോ? ഡാർക്ക് വെബ് എന്താണെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? തുടങ്ങിയ പല കാര്യങ്ങളും അവർ ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ പല തെറ്റിദ്ധാരണകളും അവർക്കുണ്ട്. അതിൽ കുറേ ശരിയുമുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എന്താണ് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞു തരാം. ഒപ്പം എങ്ങനെ ഡാർക്ക് വെബിൽ കയറാമെന്നും പറഞ്ഞു തരാം. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡാർക്ക് വെബ്? എന്താണ് അതിൻ്റെ ഒറിജിൻ? അതിനെക്കുറിച്ച് നമ്മൾ അറിയണോ? ഡാർക്ക് വെബ് എന്താണെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് സർഫേസ് വെബ്? എന്താണ് ഡീപ്പ് വെബ്? അതിനുശേഷമാണ് ഡാർക്ക് വെബ് വരുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള 4% മാത്രമാണ്. അതിലാണ് ഈ പറയുന്ന ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഉൾപ്പെടെ എല്ലാം തന്നെ വരുന്നത്. സർഫേസ് വെബ് എന്ന് പറയുന്നത് വളരെയേറെ ലീഗലായ ഒരു ഏരിയയാണ്. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണ്, youtube.com. നിങ്ങളുടെ സെർച്ച് ക്വറി ഒരു സെർച്ച് ബാറിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു സെർച്ച് ക്വറി നേരെ തന്നെ ഗൂഗിൾ അതിൻ്റെ കറസ്പോണ്ടിങ് സെർവറിൽ പോയിട്ട് ആ ഡേറ്റ നിങ്ങൾക്ക് ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നു. ഇതാണ് എല്ലാ സെർച്ച് എഞ്ചിനും ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്ത് കിട്ടുന്നത് വളരെ സേഫും ലീഗലുമായിട്ടുള്ള കണ്ടന്റ് മാത്രമാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കണ്ടന്റ് മാത്രമാണ് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻസ് നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്യുന്നത്. ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാർക്ക് വെബിൽ കയറുവാൻ കഴിയുകയില്ല. ഇൻ കേസ് നിങ്ങൾ അതിൻ്റെ എക്സാക്ട് URL കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും അങ്ങനൊരു സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ കൊണ്ട് തരികയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സർഫേസ് വെബിൽ വരുന്നതെല്ലാം വളരെ ലീഗലായ കണ്ടന്റ് മാത്രമാണ്. എന്നാൽ നിങ്ങൾ അല്പം താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഡീപ്പ് വെബ് എന്ന് കാണാം. എന്താണ് ഡീപ്പ് വെബ്? ഇതൊരു ലീഗൽ ഏരിയ ആണോ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഡാർക്ക് വെബ് മാത്രമാണ്, അല്ലേ? എന്നാൽ ഇൻ്റർനെറ്റിൽ ഡാർക്ക് വെബിനേക്കാളും കൂടുതൽ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇൻ്റർനെറ്റ് കവർ ചെയ്തിരിക്കുന്നത് ഡീപ്പ് വെബ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാറുണ്ട്, ശരിയല്ലേ? അതിന് കാരണം ആ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് വളരെ പബ്ലിക്കായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഏത് ജനറൽ പബ്ലിക്കിനും ആ ഒരു കണ്ടന്റ് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇത് സർഫേസ് വെബിൽ അവൈലബിൾ ആണ്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ ഫോട്ടോ ഞാനിപ്പോൾ ആ ഒരു എക്സാക്ട് നെയിം വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയാലും ഗൂഗിൾ ഡ്രൈവിലെ ഫോട്ടോ എനിക്ക് കാണുവാൻ കഴിയുകയില്ല. അതിന് കാരണം ഗൂഗിൾ ഡ്രൈവിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് വെരിഫൈ ചെയ്താലേ എനിക്ക് അത് കണ്ടന്റ് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ആ ഒരു ഡേറ്റ സേവ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഡേറ്റാബേസിലാണ്. അവിടെ നിന്ന് എനിക്ക് ആ ഡേറ്റ എടുക്കണമെങ്കിൽ എനിക്ക് അവിടെ പെർമിഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ ആ ഡേറ്റ കിട്ടുകയുള്ളൂ. ഇത് തന്നെയാണ് ഡീപ്പ് വെബ്. ഡീപ്പ് വെബിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഡേറ്റ, ഗൂഗിൾ ഡേറ്റ, അങ്ങനെ പല ഡേറ്റാസും സേവ് ചെയ്യുന്ന സ്പേസാണ് ഡീപ്പ് വെബ്. ഇവിടേക്ക് ഡയറക്റ്റ് എൻട്രി ആർക്കും അലൗഡ് അല്ല. അവിടേക്ക് കയറണമെങ്കിൽ സ്പെഷ്യൽ ക്രെഡൻഷ്യൽസ് ഉണ്ടായിരിക്കണം. അതാണ് ഡേറ്റാബേസ്. നിങ്ങളുടെ ഡേറ്റാബേസുകളെല്ലാം സേവ് ചെയ്യപ്പെടുന്നത് ഡീപ്പ് വെബിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ ഏരിയ അല്ല. ഇതും വളരെയേറെ സേഫ് ആയിട്ടുള്ള ഒരു ലീഗൽ ഏരിയ മാത്രമാണ്. അപ്പോൾ എന്താണ് ഡാർക്ക് വെബ്? ഈ ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടോർ ബ്രൗസർ പോലൊരു ബ്രൗസറിൻ്റെ ആവശ്യമുണ്ട്. ഇത്രയും പോപ്പുലറായ ഡാർക്ക് വെബ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? എന്താണ് അതിൻ്റെ ഒറിജിൻ സ്റ്റോറി? അത് നിങ്ങൾക്കറിയാമോ? 1990s ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നത്. അതായത് നമ്മൾ എപ്പോഴും നേരിടുന്നൊരു പ്രശ്നമാണ്, നമ്മളൊരു ഡേറ്റ അയക്കുമ്പോൾ ആ ഡേറ്റയ്ക്ക് ഒരു പ്രൈവസി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതായത് നമ്മളുടെ ഡേറ്റ മറ്റൊരു തേർഡ് പാർട്ടിയും ആക്സസ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ മിലിറ്ററി ഇൻഫർമേഷൻസ് എല്ലാം ഇങ്ങനെ ലീക്ക് ആകാൻ ചാൻസ് ഇല്ലേ? ഇതാണ് ഡാർക്ക് വെബിൻ്റെ ഒറിജിൻ പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്. 1990s യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നേവൽ റിസർച്ച് ലബോറട്ടറിയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നടത്തിയിരിക്കുന്നത്. അവരുടെ ഡേറ്റ ഒരു കാരണവശാലും ലീക്ക് ആകാൻ പാടില്ല എന്നൊരു ഇൻറ്റൻഷനോട് കൂടി അവർ ഒരു നെറ്റ്വർക്കിന് രൂപകൽപ്പന കൊടുത്തു. അതാണ് ദ ഒനിയൻ റൗട്ടിംഗ്.
എന്നാൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടായിരിക്കുന്നത് ഇയർ 2000-ലാണ്. അനോണിമസ് ആയി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നൊരു ആശയത്തോടു കൂടിയാണ് ഒരാൾ ഫ്രീ വെബ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾ ആരാണെന്നോ എവിടെ നിന്നാണോ ഉപയോഗിക്കുന്നത് തുടങ്ങിയ ഒരു ഇൻഫർമേഷനും ആർക്കും കിട്ടുവാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റോട് കൂടിയാണ് ഫ്രീ നെറ്റ് കൊണ്ടുവന്നത്. ഇതാണ് ഡാർക്ക് വെബിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിന്റ്. എന്നാൽ 2002-ൽ നേവൽ റിസർച്ച് ലബോറട്ടറി തന്നെ ദ ഒനിയൻ റൗട്ടർ എന്നൊരു സോഫ്റ്റ്വെയർ പുറത്തിറക്കി. അവരുടെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസിയിലുള്ള ആളുകൾക്ക് അനോണിമസ് ആയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അവർ പുറത്തിറക്കിയത്. പിന്നീട് 2004-ലാണ് ദ US ഗവൺമെൻറ് ടോറിൻ്റെ സോഴ്സ് കോഡ് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ട് പുറത്തിറക്കിയത്. അങ്ങനെയാണ് അത് ജനറൽ പബ്ലിക്കിലേക്ക് അവൈലബിൾ ആയത്. പിന്നീട് 2008 അതിനുശേഷം ദ ടോർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇതിനെ ഫണ്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഡാർക്ക് വെബ് ജനങ്ങളിലേക്ക് എത്തിയത്. അങ്ങനെ 2008 ആയപ്പോഴത്തേന് ദ ടോർ പ്രൊജക്റ്റ് ദ ടോർ ബ്രൗസർ പുറത്തിറക്കി. അങ്ങനെ ഇപ്പോൾ കാണുന്ന ടോർ ബ്രൗസർ വഴി നമുക്കെല്ലാവർക്കും ഡാർക്ക് വെബിലേക്ക് ആക്സസ് കിട്ടി. അതെ, ടോർ ബ്രൗസർ. ഡാർക്ക് വെബിൽ കയറണമെങ്കിൽ നമുക്ക് ഈ ഒരു ടോർ ബ്രൗസർ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ടോർ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ദ ഒനിയൻ റൗട്ടർ. ഈ കാണുന്ന ലോഗോ ശ്രദ്ധിച്ച് നോക്കൂ. ഈ ലോഗോയിൽ എർത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പല പല ക്ലസ്റ്റേഴ്സ്. അതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് എർത്തിൻ്റെ കോർ. ടോറിൻ്റെ പഴയ ലോഗോയാണ് ഈ കാണുന്നത്. ഇതിലെന്താണ് കാണുന്നത്? ഒരു ഒനിയൻ, അതായത് ഉള്ളിയാണ് കാണിച്ചിരിക്കുന്നത്. ഉള്ളിയിലും പല പല ലെയേഴ്സ്, അതിന് ഉൾവശത്തായിട്ട് ഒരു സെൻട്രൽ കോർ. ഇത് രണ്ടിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഇന്നർ കോറിലേക്ക് എത്തണമെങ്കിൽ പല പല ലെയേഴ്സ് കടന്ന് വേണം എത്തുവാനായിട്ട്. ഇതവർ ചുമ്മാ ഒരു ഭംഗിക്ക് കൊടുത്ത ലോഗോ അല്ല. ഇതിലൊരു പർപ്പസ്ഫുൾ മീനിങ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എങ്ങനെയാണ് ടോർ ബ്രൗസർ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവും. ഇതാണ് ടോർ ബ്രൗസർ. കാഴ്ചയിൽ ഒരു സാധാരണ ബ്രൗസർ പോലെ തന്നെയാണ് ടോർ ബ്രൗസറും. ഗൂഗിൾ ഉപയോഗിച്ച് കിട്ടുന്ന എല്ലാ കണ്ടന്റും നമുക്ക് ഇവിടെ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയും. എന്നാൽ ടോർ ബ്രൗസറിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഇവിടെ ഞാൻ മൂവീസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ മൂവീസ് സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ സാധാരണമായി തന്നെ സെർച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കുറച്ച് റിസൾട്ടും വരുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് കാണുന്ന ഈ ഒരു ടോർ സർക്യൂട്ടാണ്. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ നിങ്ങൾ കാണുന്നത് ടോർ സർക്യൂട്ടാണ്. ഇവിടെ ഞാൻ മൂവീസ് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ നിന്ന് സെർച്ച് എഞ്ചിനിലേക്ക് റിക്വസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ഡക്കോ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്. ഇവിടെ എൻ്റെ റിക്വസ്റ്റ് ഫസ്റ്റ് പോയത് ജർമ്മനിയിലേക്കാണ്. എന്നാൽ ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത്. ജർമ്മനിയിൽ പോയ റിക്വസ്റ്റ് അവിടെ നിന്ന് മറ്റൊരു IP-യിലേക്ക് ബൗൺസ് ചെയ്തു. അവിടെ നിന്നിട്ടാണ് സ്വിറ്റ്സർലൻഡിലേക്ക് ഈ ഒരു IP അഡ്രസ് പോയിട്ടുള്ളത്. എന്നിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്ത കണ്ടന്റ് ഈ ഒരു സെർച്ച് എഞ്ചിൻ നമുക്ക് കൊണ്ടു തന്നത്. അതായത് നമ്മളുടെ ആക്ച്വൽ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എർത്തിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ പല പല ലെയേഴ്സ് എന്ന്. ഇതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ലെയർ. നമ്മളുടെ സേഫ്റ്റി ഇവിടെ കൃത്യമായി തന്നെ അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ തൊട്ട് താഴെയായി കാണുന്ന ന്യൂ ടോർ സർക്യൂട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവൂ, പിന്നെയും കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത് ജർമ്മനിയിലേക്കാണ്. അവിടെ നിന്ന് ക്രിച്ചിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത്. അവിടെ നിന്ന് നെതർലൻഡിലേക്ക്. എന്നിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്ത കണ്ടന്റ് നമുക്ക് കൊണ്ടു തന്നിരിക്കുന്നത്. ഇവിടെ ഒരു VPN പോലും ആവശ്യമില്ലാതെയാണ് ടോർ ബ്രൗസർ കൃത്യമായി നമ്മുടെ ലൊക്കേഷൻ കവർ ചെയ്തിരിക്കുന്നത്. ഒരു VPN ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നേരെ മറ്റൊരു രാജ്യത്തേക്കേ പോവുകയുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സെക്യൂരിറ്റിയാണ് ടോർ ബ്രൗസർ നമുക്ക് തന്നിരിക്കുന്നത്. ഇനിയും നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ഡാർക്ക് വെബ് സൈറ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏതെങ്കിലും ഒരു ഡാർക്ക് വെബ് സൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ എത്തേണ്ടത് ഹിഡൻ വിക്കിയിലാണ്. അതെ, ഹിഡൻ വിക്കിയിൽ. ഇത് വിക്കിപീഡിയ പോലെ നമുക്ക് വന്നിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. എന്നാൽ ഇവിടെ കിട്ടുന്നതോ ഡാർക്ക് വെബ് സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മാത്രം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്
വെപ്പൺ ഡീലിങ്ങും ഡ്രഗ് സ്റ്റീലിങ്ങും തുടങ്ങിയ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കുകളാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു സൈറ്റിൻ്റെ എല്ലാം അവസാനം വരുന്നത് .onion എന്ന് പറയുന്ന രീതിയിലാണ്. ഇതാണ് ഒരു ഡാർക്ക് വെബ് സൈറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. ഓരോ ഡാർക്ക് വെബ് സൈറ്റ്സിൻ്റെയും എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .comോ .originോ ഒന്നും തന്നെ ആയിരിക്കുകയില്ല. അത് .onion ആണ്. ഈ ഒരു സൈറ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, സാധാരണഗതിയിൽ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പേരുമല്ല ഇത്. ഇത് ആൽഫ ന്യൂമറിക് കോമ്പിനേഷൻ ഉണ്ടായിരിക്കുന്ന കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ് ആണ്. നാളെ ഒരുപക്ഷെ ഈ ഒരു ലിങ്ക് തന്നെ ഉണ്ടാവില്ല, അത് മറ്റൊരു സൈറ്റിലേക്കായിരിക്കും ലോഡ് ചെയ്യപ്പെടുന്നത്. ഡാർക്ക് വെബ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ചൈന പോലൊരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾക്കറിയുകയില്ല. അവിടെ നല്ല രീതിയിൽ തന്നെ സെൻസറിങ് നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കണ്ടൻസ് ഒക്കെ പുറം ലോകത്തെ അറിയിക്കുവാനായിട്ട് അവിടുത്തെ ജേർണലിസ്റ്റുകൾ ഡാർക്ക് വെബ് ഉപയോഗിക്കാറുണ്ട്. അടുത്തിറങ്ങിയ എമ്പുരാൻ മൂവിയിൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, നടൻ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഡാർക്ക് വെബ് റിസർച്ചിനെ കുറിച്ച് കൂടെ പറയാറുണ്ട്. അത് ഇതിനൊരു മറ്റൊരു ഉദാഹരണമാണ്. ഡാർക്ക് വെബ് സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കയറുന്ന വെബ്സൈറ്റ്സ് ഒരുപക്ഷെ യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസും പാലിക്കുന്നതായിരിക്കുകയില്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക. അവിടെ നിന്ന് സോഫ്റ്റ്വെയർസ് ഒന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്കോ ഡെസ്ക്ടോപ്പിലേക്കോ ഇൻസെർട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സേഫ്റ്റി പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.